ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി കൊടുത്ത കൊട്ടേഷൻ 1,00,000-ന് മുകളിലും മറ്റേ മേഡം കൊടുത്തത് 60,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കേട്ട് നമ്മുടെ രേവതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതി, മേഡം പറഞ്ഞത് കേട്ടല്ലോ എന്നാ ചേച്ചി ഇങ്ങനെ പറയുക. അപ്പം ഞാൻ തന്നെ കുറച്ചായി എഴുതിയത്, ഈ കാശിന് ഇവരെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് രേവതി അവരോട് പറഞ്ഞു. ഇവർക്ക് ഈ തൊഴിലിൽ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലേ ഇവർ പറഞ്ഞത്. ഇവർ പറഞ്ഞ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം ഇവർക്കത് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കാണ് രേവതി എക്സ്പീരിയൻസ് ഇല്ലാത്തത് എന്ന് രേവതിയോട് പുള്ളിക്കാരി പറഞ്ഞു. നീ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരയാണെന്ന് പറഞ്ഞ് രേവതി അപമാനിക്കാം. നിനക്ക് 1000 രൂപയ്ക്ക് കിട്ടുന്ന പൂ എനിക്ക് മാർക്കറ്റിൽ 500 രൂപയ്ക്ക് കിട്ടുമെന്നും, പാവം ബിസിനസ്സിൽ ആദ്യമല്ലേ, ഒന്നും അറിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുമ്പം, എന്നാലേ ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യമല്ല, വർഷങ്ങളായിട്ട് പൂക്കച്ചവടം നടത്തുന്നവളാണ് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ പറഞ്ഞ റേറ്റിൽ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് രേവതി പറയുക. അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ രേവതി എന്നാ ചേച്ചി. രേവതി ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാ രേവതിയെ ഞങ്ങൾ വിളിച്ചത്, പക്ഷേ റേറ്റ് കൂടിപ്പോയെന്നാ ചേച്ചി പറയണു രേവതിയോട്. ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഈ മേഡം ഡെക്കറേഷൻ ചെയ്താൽ മതിയെന്നും ആ ചേച്ചി പറഞ്ഞു. പുള്ളിക്കാരിക്ക് സന്തോഷമായി, ഹേമയ്ക്ക്. അപ്പോൾ രേവതി ഓക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ രേവതിയെ വിളിച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞ റേറ്റിനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് രേവതി പറയുകയാണ്. എന്നാൽ ഇവർ പറഞ്ഞ റേറ്റിനൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്നും രേവതി അവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കുക എന്നും പറഞ്ഞ രേവതി ഇങ്ങനെ അവിടെ നിന്ന് പോയി ചേട്ടനും ചേച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ആ സമയത്ത് ഹേമ ഇങ്ങനെ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുന്നു. രേവതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ലെന്നും അവൾ ഓർഡർ കിട്ടാത്ത ദേഷ്യത്തിൽ പറഞ്ഞതാണെന്നും, എത്ര കാലമായി ഹേമ മേഡം ഇവിടെ ഡെക്കറേഷൻ ചെയ്യുന്നെന്നൊക്കെ പറയുക ഇയാൾ. നിങ്ങൾ ഒരു 10,000 രൂപ മേഡത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ 10,000 രൂപ അഡ്വാൻസും കൊടുത്തു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. ഹേമ ഇങ്ങനെ കാലും കയറ്റിയിരിക്കുക. എടോ, എനിക്ക് മേഡം ഇതെങ്ങനെ ഈ പൈസയ്ക്ക് ചെയ്തു കൊടുക്കുമെന്ന് അവർ ചോദിക്കും. എടോ, എനിക്കത് അറിഞ്ഞൂടെ, എനിക്ക് ഈ ഓർഡർ കിട്ടണം, അവൾക്ക് കിട്ടരുതെന്നും അതിനാണ് ഞാനിത് ചെയ്തത്, ഈ റേറ്റിന് ഞാൻ എഴുതി കൊടുത്തതെന്നും ഈ ഹേമ പറയുവാണ്. ഇനി ഈ ഓഡിറ്റോറിയത്തിൽ അടുത്തേക്ക് പോലും അവൾ വരില്ലല്ലോ എന്നും ഹേമ പറഞ്ഞു. എന്നാലും ഈ നഷ്ടം സഹിച്ച് ആർക്ക് നഷ്ടം? ആർക്കാടോ നഷ്ടം? കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ അവരെ വിളിച്ച് മാർക്കറ്റിൽ പൂക്കൾ വരുന്നില്ല, ഡിമാൻഡാണ്, വില കൂടിയെന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് 1.5 ലക്ഷം രൂപ തന്നെ വാങ്ങുമെന്നും ഹേമ പറയുക. കല്യാണ തലേന്നായതുകൊണ്ട് അവർക്ക് വേറെ ആരെയും ഏൽപ്പിക്കാനും കഴിയില്ല. ഞാൻ പറഞ്ഞ കാശ് എനിക്ക് തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ഓ, മേഡത്തിൻ്റെ ഒരു ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവർ ഇങ്ങനെ അവിടെ നിൽക്കുക. രേവതി പുറത്തേക്ക് ഇറങ്ങി സങ്കടത്തോടു കൂടി രേവതി ഇങ്ങ് വരുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. അമ്മേ, ഇല്ല, ഓർഡർ കിട്ടിയില്ല അമ്മേ, അത് വേറെ പോയി എന്ന് രേവതി അമ്മയോട് പറയാം. അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ, എന്തിനാ വെറുതെ വിഷമിക്കുന്നേ, നമുക്ക് വരേണ്ടത് വരും, ഞാനേ അങ്ങോട്ട് വിളിക്കാം അമ്മേ എന്ന് പറഞ്ഞ രേവതി എന്നിട്ട് അവിടെ നിന്ന് പോരുക. ആ സമയത്ത് അവിടുത്തെ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. മോൾക്ക് കിട്ടിയ ഓർഡർ അവർ തട്ടിയെടുത്തല്ലേ എന്നും ചോദിച്ചേ. ഇതാണ് എപ്പോഴും ഇവിടെ നടക്കുന്നത്. അവർ എന്തിനും പോകുന്ന ഒരു സ്ത്രീയാണെന്ന കാര്യം രേവതിയുടെ ചേച്ചി പറയുക. അവരുടെ കളത്തിൽ കയറി കളിച്ചാലേ അവർ പിന്നെ ശത്രുവാ, മോള് ശ്രദ്ധിക്കണം കേട്ടോ എന്നാ ചേച്ചി രേവതിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ ചേച്ചി അങ്ങോട്ടേക്ക് പോയി. ഇനി രേവതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രമതി അവിടെ ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അച്ഛനടുത്ത് ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്തിനാ നീ ഇങ്ങനെ വാരിയിടുന്നേ, നീ ഇതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ പോവാണെന്ന് ചോദിച്ചു. കൊടുക്കാനോ, ഇത് കൊടുത്താൽ പിന്നെ ഞാനും കൊടുക്കും, നിങ്ങൾ വേറെ വാങ്ങിച്ചു തരുമോ എന്ന് ചന്ദ്രരവിയേട്ടനോട് ചോദിച്ചു. അന്നേരം രവിയേട്ടൻ ഒന്ന് ചിരിച്ചു. ഒരു സാരി വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. 5 കൊല്ലം ഞാൻ പുറകെ നടക്കണം, എങ്കിലേ ഒരു സാരി ഇങ്ങനെ വാങ്ങിച്ചു തരത്തുള്ളൂ എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പം, അല്ല ഇത് കുറേ നേരമായി നീ സാരി എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നു, എന്താ നിന്റെ പ്രശ്നം, അതാ അറിയാത്തതുകൊണ്ട് ചോദിച്ചതാ. 2 ദിവസമേ നമ്മൾ ബംഗ്ലാവിൽ താമസിക്കാൻ പോകല്ലേ, ഏത് സാരി ഉടുക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വേട്ട. എനിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടണമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, എൻ്റെ പൊന്നു ചന്ദ്ര, നീ തന്നെ ഇതെല്ലാം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണല്ലോ, ഇതിനകത്ത് എന്താ ഇത്ര കൺഫ്യൂഷൻ വരാൻ? ഇതിൽ നിന്നൊരു 3-4 സാരി എടുത്തങ്ങ് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ശരി, ഏതൊക്കെ എടുക്കണം നിങ്ങൾ തന്നെ പറയാൻ പറഞ്ഞപ്പം, അതിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ല, മഴയും പിടിക്കാതെ നിങ്ങളെ പിന്നെ എന്തിനു കൊള്ളാം, നിങ്ങളോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ, എൻ്റെ പൊന്നു ചന്ദ്രൻ, ഞാൻ സെലക്ട് ചെയ്താൽ ശരിയാവില്ല, നിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തന്നെ നോക്കിക്കും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും എടുത്തിട്ടങ്ങ് പോയാൽ പോരെ, നമ്മൾ കല്യാണത്തിനോ മറ്റു ഫംഗ്ഷനും വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. എൻ്റെ മോന് വാങ്ങിക്കുന്ന 3 കോടിയുടെ ബംഗ്ലാവിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. ഇവിടെ ഉടുക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഉടുത്താൽ മതിയോ? അവിടെ താമസിക്കുമ്പം അതിൻ്റേതായ അന്തസ്സ് വേണം, ഗമ വേണം.
അതറിയാവോ എന്ന് ചോദിച്ചു. അപ്പം നാളെയല്ലേ പോകുന്നേ, അതിന് ഇപ്പോഴേ എടുത്ത് വെക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോഴേ എടുത്ത് വെച്ചാലേ നാളെ രാവിലെ എഴുന്നേറ്റ് ഉടനെ അങ്ങ് പോകത്തില്ലേ എന്ന് ചോദിച്ചു ചന്ദ്ര. ശ്രുതി, മോളെ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർക്ക് എന്തോരം വേറെ ജോലിയുള്ളതല്ല ചന്ദ്ര, എന്തിനാ വെറുതെ അവരെ ശല്യം ചെയ്യുന്നത് നീ? രവിയേട്ടാ, എൻ്റെ കാര്യത്തിൽ ശ്രുതിമോൾക്ക് അത്ര ശുഷ്കാന്തിയാ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്നും പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ശുഷ്കാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രവിയേട്ടൻ. മോളിങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. നമ്മൾ അങ്ങോട്ട് 2 ദിവസത്തേക്ക് പോകുമല്ലേ, അപ്പോൾ ഇത് ഏതൊക്കെ സാരി ഞാൻ കൊണ്ടുപോകണം, ഏതൊക്കെ ഉടുക്കണം, എല്ലാം എനിക്ക് കൺഫ്യൂഷനാണ്, മോളെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അയ്യോ ആൻറ്റി, ഇതെല്ലാം ആൻറ്റിയുടെ ഫേവറേറ്റ് കളേഴ്സ് ആണല്ലോ, ഇതെല്ലാം നല്ല സാരികളാണല്ലോ എന്ന് ശ്രുതി. അങ്ങോട്ട് പോകുമ്പോൾ ആൻറ്റി ഇത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുറേ സാരിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം നിങ്ങളെല്ലാം പാക്ക് ചെയ്തോ മോളെ എന്ന് ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തല്ലോ അങ്കിളെ. കേട്ടല്ലോ, ശ്രുതിയുടെ ഡ്രസ്സ് കൂടി അവൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭർത്താക്കന്മാർ ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭാര്യമാരാ. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. നീ നിൻ്റെ കാര്യം നോക്കിയെന്നുള്ളതല്ലാതെ എൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് പാക്ക് ചെയ്തോ ചന്ദ്രേ? ഒരു ട്രെൻഡ്. മോളെ, എനിക്ക് ബംഗ്ലാവിൽ ഉടുക്കാനുള്ള 2 സാരി അത് മോള് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അന്നേരം ആൻറ്റിക്ക് എല്ലാ സാരിയും സൂപ്പറായിട്ട് ചേരും ആൻറ്റി. പിന്നെ ആൻറ്റി ഒരു നോർമൽ സാരി ഉടുത്താൽ പോലും അത് നല്ല ലുക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് തട്ടിവിടോ. എൻ്റെ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്ര. രവേട്ടൻ നോക്കുമ്പോൾ അതെ ആൻറ്റി, അത്രയ്ക്ക് സുന്ദരിയല്ലേ? ആണോ? അതെ നീ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണു ചന്ദ്ര. അപ്പോഴും രവിയേട്ടന് ചിരി വരുമോ? രവിയേട്ടന് സൂക്ഷിക്കണില്ല എന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി. ശ്രുതി, നീ പറഞ്ഞതൊക്കെ കേട്ടിട്ടും കേൾക്കാത്ത രീതിയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചന്ദ്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞതാ. മനുഷ്യനെ മെനക്കെടുത്താതൊന്ന് പോയി കിടന്ന് ഉറങ്ങ ആൻറ്റി എന്നാണ് അവൾ മനസ്സിൽ പറഞ്ഞതെന്ന് രവിയേട്ടൻ. നിനക്ക് മനസ്സിലായില്ലല്ലേ? അയ്യോ, എൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ല, ആൻറ്റി ശരിക്കും സുന്ദരി തന്നെയാണെന്നും രവിയേട്ടൻ അസൂയ കൊണ്ട് പറയുന്നതാണെന്നും ചന്ദ്ര പറയും കേട്ടോ. അപ്പോൾ അതെ ആൻറ്റി, ഞാൻ പോയി കിടക്കട്ടെ, ഗുഡ് നൈറ്റ് അങ്ങളെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകുമ്പം രവേട്ടനോട് ഇത് ചിരിച്ചു. നിങ്ങളെന്തിനാ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അവൾ നിന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയതാ. എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ചിരിച്ചതാണ്. എന്നെ തളച്ചിട്ടിരിക്കല്ലേ ഇവിടെ. നാളെ ഞാൻ പൊളിക്കും, നിങ്ങൾ നോക്കിക്കോ. എൻ്റെ പൊന്നോ, ആ കെട്ടിടം പൊളിക്കാതിരുന്നാൽ മതിയെന്ന് രവേട്ടൻ. ഞാനൊന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരിയ്ക്കുന്നു. പിന്നെ ശ്രീകാന്തും വർഷയും അവർ ഇങ്ങനെ വരുമ്പോൾ രേവതി അവിടെ നിന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുക. ചേച്ചി ഒന്നും പാക്ക് ചെയ്തില്ലേ? ഇപ്പോഴും പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണോ? എന്നത് പായ്ക്കാനാണെന്ന് രേവതി ചോദിക്കുമോ? അല്ല, നാളെ സുധിയേട്ടൻ മേടിച്ച് വീട്ടിൽ പോകാനുള്ളതല്ലേ എന്ന് ചോദിച്ചു. പോകുന്നുണ്ടല്ലോ. അവിടെ പോകുന്നത് കൊണ്ട് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു രേവതി. അവർ വീട് വാങ്ങിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റുപഴപ്പിനുള്ളത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോടാ എന്ന് രേവതി ചോദിച്ചപ്പം അത് കറക്റ്റാണെന്ന് വർഷ പറഞ്ഞു. ഓർഡർ കിട്ടുമ്പോൾ അത് എടുത്തില്ലെങ്കിലേ അവർ വേറെ ആർക്കെങ്കിലും ഓർഡർ കൊടുക്കും. പിന്നെ എനിക്കൊരിക്കലും അത് തരത്തില്ല എന്നും രേവതി പറയുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രയും ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വന്നു. എന്താടി ഇപ്പം ഇരുന്ന് പൂ കിട്ടുന്നേ? നാളെ രാവിലെ പോകണമെന്ന് പറഞ്ഞല്ലേ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ രേവതി പെട്ടെന്ന് ഒരു ഓർഡർ വന്നത് അമ്മയെന്ന് പറഞ്ഞു. നാളെ പോകണ്ടേ, നീ എന്തിനാ ഓർഡർ എടുത്തേ എന്ന് ചോദിച്ചു ചന്ദ്ര. അമ്മേ, കാശ് കിട്ടുന്ന കാര്യമല്ലേ അമ്മേ? ലക്ഷങ്ങളാണല്ലോ കിട്ടുന്ന, ഒന്ന് പോടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയെ കളിയാക്കുന്നേ. ആ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടി ഇങ്ങനെ നോക്കുന്നു. ശ്രുതി അന്നേരം രേവതിയെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റില്ല അല്ലേ? നാളെ നല്ല സമയത്ത് വീട്ടിൽ കയറാനുള്ളതാണെന്നും നാളെ എൻ്റെ ശ്രുതിമോൻ ആ വീട്ടിൽ കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നും ചന്ദ്ര. അല്ല, ശ്രുതിയേട്ടനെ തനിയെ കാലെടുത്ത് വെക്കാൻ അറിയത്തില്ലേ, എല്ലാവരും കൂടെ എടുത്ത് വെപ്പിക്കണോ എന്ന് ശ്രീകാന്ത് അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. അപ്പോൾ വർഷയ്ക്ക് ചിരി വന്നു. വർഷ ഇരുന്ന് ചിരിക്കുക. നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടായി എല്ലാവരും കൂടെ ഉണ്ടാവണം, 2 ദിവസം അവിടെ താമസിക്കണം എന്നൊക്കെ അവൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളൊക്കെ എന്താ ഇങ്ങനെയെന്ന് ചന്ദ്ര ചോദിക്കും. അത് തന്നെയെന്ന് പറഞ്ഞ് ശ്രുതി പുറകിൽ നിൽക്കുന്നു. ആൻറ്റി, ശ്രുതിയേട്ടൻ വീടെടുക്കുന്നുണ്ടെന്ന് വെച്ച് ചേച്ചിയുടെ ജോലി ചെയ്യണ്ടേ എന്ന് ചോദിച്ചു വർഷ. രാവിലെ മാല കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാനും സച്ചേട്ടനും കൂടെ വീട്ടിലേക്ക് വന്നേക്കാവെന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ചെയ്യേ, വാ ശ്രുതി നീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി മോളെയും കൂട്ടി ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. അന്നേരം ചേച്ചി, നിങ്ങൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സല്ലേ എടുക്കുന്നേ? അപ്പോൾ അതേന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം നിന്നിട്ട് വന്നാലോ എന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. അയ്യോ, അതെന്താ, ഒരു നല്ല കാര്യത്തിന് പോകുമല്ലേ, നീ മാത്രം വന്നാൽ എങ്ങനെ ശരിയാവുക? 2 ദിവസം നമുക്കവിടെ താമസിച്ചിട്ട് ഒന്നിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടത്തി പറഞ്ഞു കേട്ടല്ലോ, 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു വർഷയോട്. ശ്രീകാന്ത് എന്നിട്ട് അവർ ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോൾ ഈ സമയത്ത് സച്ചി ആണെങ്കിൽ ഓരോരുത്തരെ വിളിച്ച് 2 ദിവസം ലീവാണ്, അവിടെ പോവുകയാണ്, ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് വിവരങ്ങളെല്ലാം വിളിച്ച് പറയണം. അപ്പോഴത്തേക്ക് രേവതിയുടെ അടുത്തേക്ക് വന്നു. അതെ, ഞാൻ ഓഡിറ്റോറിയത്തിൽ ഡെക്കറേഷൻ ചെയ്തിരുന്നല്ലോ, അവിടുത്തെ ഓർഡർ സ്ഥിരമായിട്ട് എടുക്കുന്നത് ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്നും അവരുടെ ഓർഡർ ഞാൻ തട്ടിയെടുത്തതുപോലെയാണ് അവരെന്നോട് സംസാരിക്കുന്നതെന്നും അവരുടെ നോട്ടവും സംസാരവും ഒക്കെ എനിക്ക് എന്തോ പോലെ തോന്നുകയാണെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമെന്നേ.
അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ കാറിൽ കയറുന്ന ഒരാൾ എന്നെ ഒഴിവാക്കി വേറൊരു കാറിൽ കയറിയാൽ എനിക്ക് നല്ല വിഷമം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെയാണ് ഇതും എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ ഓർഡർ തട്ടിയെടുത്തതൊന്നും അല്ലെന്നേ, ഞാൻ ചെയ്ത ഡെമോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിട്ട് എനിക്ക് ഇങ്ങോട്ട് ഓർഡർ തന്നതാണെന്ന് രേവതി പറഞ്ഞു. അപ്പോൾ രേവതി, എല്ലാ രംഗത്തും മത്സരബുദ്ധി ഉണ്ടാവും, മത്സരങ്ങളും ഉണ്ടാകും. ഈ രംഗത്തും അതുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. നീ ഇനി എത്ര എത്ര കാണാൻ കിടക്കുന്നു. അതൊക്കെ തരണം ചെയ്ത് വേണം നീ മുന്നോട്ട് പോകാനെന്നൊക്കെ പറയുമ്പം ഇനി അവർ കുറുകെ വരാതിരുന്നാൽ മതിയായിരുന്നു, എനിക്ക് നല്ല ദേഷ്യമാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. ദേഷ്യമൊക്കെ മാറ്റി വെച്ച് മോള് വേഗം മാല കെട്ടാൻ നോക്കാൻ പറഞ്ഞു. നാളെ സ്തുതി വാങ്ങി വീട്ടിൽ പോകാനുള്ളതല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞിരിക്കുമോ രണ്ടുപേരും കൂടി. ആ സമയത്ത് രേവതി തകൃതിയായിട്ട് പൂമാലയൊക്കെ കെട്ടി എടുത്തു വെച്ചു. പിന്നെ ദേ ബംഗ്ലാവിലേക്ക് അവരെത്തി. ഈ ബംഗ്ലാവ് കണ്ടപ്പോഴത്തേക്കും ദേ ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കൂ. അയ്യോ ഇതാണോ? അപ്പോഴത്തേക്കും ചന്ദ്രമതി, ഈശ്വര ഇത് പറഞ്ഞതുപോലെ തന്നെയാണല്ലോ, വീടല്ല വലിയ ബംഗ്ലാവ് തന്നെയാണ്, വലിയ ബംഗ്ലാവ്. എൻ്റെ ദൈവമേ മോനെ, അമ്മയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, അമ്മയ്ക്ക് സന്തോഷമായിടാ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് തുള്ളി ചാടുമ്പം എൻ്റെ അമ്മയെ കാണാൻ ഇനി കിടക്കുന്നതേ ഉള്ളൂ എന്ന് ശ്രുതി. ആണോ മോനെ ശ്രുതി, അമ്മയ്ക്ക് സന്തോഷമായി അയ്യോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാം. ഈ സ്വർഗ്ഗം എൻ്റെ അമ്മയ്ക്കുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് തുള്ളി ചാടുക. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴേക്കും എന്താ ബ്രോ ഇത്, കയറുവാ എന്ന് പറഞ്ഞ ആനന്ദ്. ആ സമയത്ത് അവിടുത്തെ മുതലാളികളായ ചേച്ചിയും ചേട്ടനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സർ, ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തുക. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ, സഹോദരങ്ങൾ, അവരുടെ വൈഫ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ സമയത്ത് അല്ല സുധി, താങ്കൾക്ക് 2 പ്രദേശം ഉണ്ടെന്നല്ലേ പറഞ്ഞു, മറ്റേ ആൾ എവിടെയെന്ന് ചോദിച്ചു. അന്നേരം അത് അവനും വൈഫും വന്നോളൂ എന്ന് പറഞ്ഞു. അതെ സാർ, എത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അകത്തിരുന്ന് സംസാരിക്കാം, വന്നാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ദേ, അയ്യോ എനിക്ക് വീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് തുള്ളിച്ചാടുക. അപ്പോൾ നീ വീട് മുഴുവൻ കണ്ടില്ലല്ലോ ചന്ദ്ര, ഇപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു. ചിലത് കാണാതെയും പറയാൻ പറ്റുമെന്ന് ചന്ദ്ര. അതെ സുതിമോനെ, ഇന്ന് മുതൽ നീ ഇവിടുത്തെ രാജാവോ എന്ന് അമ്മ ഇങ്ങനെ പറയുമ്പം രാജാവോ എന്ന് സുതി. അപ്പോൾ അച്ഛൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് ചേട്ടനും ചേച്ചിക്ക് സന്തോഷമായി. മോളെ നീ ഇവിടുത്തെ രാജ്ഞിയാണെന്ന് പറഞ്ഞ് ശ്രുതിയുടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയും നിൽക്കുക. എന്തൊരു കഷ്ടമായതെന്ന് പറഞ്ഞ രവിയേട്ടനെ. ആ സമയത്ത് ചേട്ടനും ചേച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അപ്പോൾ ആൻറ്റി രാജമാതാവ്, സച്ചേട്ടനെ സേനാനായകനാക്കാം. എന്താ ശ്രീകാന്തെ, നിന്നെ മന്ത്രിയാക്കുമെന്ന് ചോദിക്കുക എന്ന് വർഷ. അപ്പം ചുമ്മിട്ടായിരിക്കാൻ പറഞ്ഞു വർഷയോട് ശ്രീകാന്ത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഞാനൊരു രാജമാമനോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മിസ്റ്റർ സുധി, താൻ ഈ യങ് ഏജിൽ എങ്ങനെ ഇത്ര ഉയർന്ന നിലയിൽ എത്തിയെന്നാണ് ഞാൻ ആലോചിക്കുമായിരുന്നു എന്നൊക്കെ അയാൾ പറയാം. ഇപ്പം നിങ്ങൾ അമ്മയെ കണ്ടപ്പോൾ എനിക്കതിനുള്ള ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് അമ്മയെ പൊക്കുക. കാശ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. താങ്കളുടെ അമ്മയാണ് അതിന് കാരണം അല്ലേ? അപ്പം എസ് അത് സാർ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിന്ന് അങ്ങോട്ട് നിൽക്കാനും മേലെ ഇരിക്കാനും മേലെ ഓടാനും മേലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണിത്, മുഖത്തെ ലക്ഷ്മിദേവി വിളയാടുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നീക്കാം. പിന്നെ എങ്ങനെ മകൻ ഈ നിലയിൽ എത്താതിരിക്കും എന്നൊക്കെ ചേട്ടൻ ചോദിക്കും. ഇപ്പോൾ ഇവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ചന്ദ്ര. അപ്പം അതെ സാർ, ആര്യയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണെന്ന് വർഷ. അത് കറക്റ്റാ, അതേ സ്വഭാവം എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിയും എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഈശ്വരൻ നമ്മൾ സമയം നോക്കിയിരുന്നല്ലോ, ടൈമായി, നല്ല നേരം കഴിയുന്നതിന് മുൻപ് ആ വീടിൻ്റെ കീ അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതേ ശ്രുതി, ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും താൻ അതിലൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഷുവർ സാർ, അപ്പോൾ പിന്നെ സമയം വൈകാതെ നമുക്ക് ചടങ്ങങ്ങ് നടത്താമെന്ന് പറഞ്ഞു. സുനിത, ആ ഡോക്യുമെൻറ്റ്സ് ഇരിക്കുന്ന ഫയൽ എടുത്തുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. അങ്ങനത്തെ പുള്ളിക്കാരി ഫയലും കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്നു. എല്ലാം തുറന്ന് നോക്കുന്നു. ഇതെല്ലാം കാണിച്ച് ശ്രുതിയെ കൊണ്ട് അതിലെല്ലാം ഒപ്പിടിപ്പിക്കാം. ശ്രുതി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കാളം പൂളം ഒപ്പിട്ട് കൊടുക്കണം, ഒന്ന് വായിച്ചു പോലും നോക്കുന്നില്ല. അതിനുശേഷം ബാക്കി ക്യാഷും കൊണ്ടുവന്ന് കൊടുത്തു. ഇത് അന്ന് തന്ന 5 ലക്ഷത്തിൻ്റെ ബാലൻസ് 25 lakhs ആണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അപ്പോൾ സുനിത കാശ് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചു. അത് മേടിച്ചു, ഇത് മേടിച്ചു, എല്ലാം മേടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അച്ഛനിത് നോക്കാൻ പറയുമ്പോൾ അതൊന്നും വേണ്ട മോനെ, നിങ്ങളല്ലേ വീട് വാങ്ങിക്കുന്നേ, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ വാങ്ങിക്കാൻ പറഞ്ഞു അച്ഛൻ. ശ്രുതി നിങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു, താക്കോലും കൊടുത്തു. ഇവരിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും. ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും നില മറന്നിങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ശ്രുതിയെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.